എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അപ്പൊ ഇന്നെന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുക്കിങ്ങും പിന്നെ കുറച്ച് നല്ല മധുരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. എവിടം വരെ എത്തുന്നൊന്നും ചിലപ്പോൾ അറിയില്ല. ഞാനിങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് പോകുമ്പോൾ ഞാൻ പറയുന്ന കാര്യം അതാ ആദ്യം തന്നെ എന്താണെന്നൊന്നും പറയാൻ നിൽക്കാറില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകുമ്പോൾ കുറേ ആകുമ്പോൾ ഞാൻ നോക്കും, അയ്യോ വീഡിയോയുടെ ലെങ്ത് എന്തോരായി എന്ന്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് വെച്ച് നിർത്തും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് തന്നെയാണ് ആദ്യമായിട്ട് തുടങ്ങണത്. അപ്പം അതിലേക്ക് അങ്ങോട്ട് പോയാലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇടിയൻ ചക്കയുടെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഇപ്പം നിങ്ങളോട് ഉണ്ടാക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടിയൻ ചക്ക വരുന്ന കാലമാകുമ്പോൾ ഇഷ്ടംപോലെ ഇടിയൻ ചക്കയൊക്കെ ഉണ്ടാവും. വേണ്ടതും വേണ്ടാത്തതും കളയുന്നവരും ഒക്കെ ഉണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലും അല്ലാട്ടോ ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വേണ്ടതുണ്ടാവും. അപ്പോൾ ആ ഇടിയൻ ചക്ക കൊണ്ട് ആ കട്ട്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടാ. ഉണ്ടാക്കാത്തവർ അമ്മ ചിലപ്പോൾ നിങ്ങൾ പറയും, ചിലവരൊക്കെ അമ്മ ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ള ഞങ്ങളൊക്കെ ഇത് വേണ്ടത് ഉണ്ടാക്കി തിന്നതാന്നൊക്കെ പറയും. പക്ഷെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടത്, അച്ഛനും ഇഷ്ടമായി, എൻ്റെ ഉണ്ണിക്കുട്ടന്മാർക്ക് കൊടുത്തു, അവർക്കും ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടാണ് ചെയ്തത്. അതിൻ്റെ പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ മുതിരിയിട്ടിട്ട് ഇടിയൻ ചക്ക വെച്ച് തിന്നിട്ടുള്ള കാലം ശരിക്കും പറയണമെങ്കിൽ മറന്നു. അപ്പോൾ അതൊന്ന് കഴിഞ്ഞ കൊല്ലത്തിലായാലും അതിൻ്റെ മുന്നിലത്തെ കൊല്ലത്തിലായാലും ഒന്നും എനിക്ക് ശരിക്കും ഞാൻ പറയാറില്ലേ, പഴയ കാലത്ത് ഇടിയൻ ചക്ക ഇന്ന് പയറിട്ട് വെച്ചാൽ നാളെ മുതിരിയിട്ട് വെക്കും, പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും പരിപ്പിട്ട് വെക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിനുള്ള സമയമില്ല. അതിനേക്കാട്ടിലും വേറെ പച്ചക്കറികൾ വെച്ച് കഴിക്കാനുള്ള സമയവും ഇല്ല നമുക്കിപ്പോൾ. അപ്പോൾ നമ്മളത് അങ്ങനത്തെ ആ ഒരു കാലമൊക്കെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കും. അയ്യോ ഇത്തിരി ഇടിയൻ ചക്കയും പിന്നെ ഇത്തിരി മുതിരിയിട്ട് വെച്ചത് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു കേട്ടാ, ഉണ്ണിപ്പിണ്ടി നല്ലതായിരുന്നു കേട്ടാ, വാഴക്കല്ല നല്ലതായിരുന്നു കേട്ടാ, അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. അപ്പോൾ അതേ മുതിരേനെ വറുത്തെടുക്കണം. പച്ചക്ക് ഇടണവരുണ്ട് കേട്ടാ. മുതിര പച്ച കറി വെക്കുന്നതാണോ അതെ ഇങ്ങനെ വറുത്ത് കറി വെക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് വറുത്ത് കറി വെക്കുന്നതാട്ടാ നല്ലൊരു മണായിന്. വറുത്ത് കറി വെക്കുമ്പോഴേ പച്ചയ്ക്ക് വെക്കുമ്പോൾ അങ്ങനത്തെ ഒരു മണമൊന്നും കിട്ടണില്ല. ഞാൻ പച്ചയ്ക്ക് ആരോ പറഞ്ഞു അത് പച്ചയ്ക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. കണ്ട ഇവിടെ പൊട്ടണ കണ്ട, ഒരു കളറും മാറി കണ്ട. അപ്പോൾ ഞാൻ മുതിര കഴുകി അപ്പോൾ 2 മണി തിന്നു. അല്ല നല്ല രസത്തിന് കരിന്നിരിക്കും. പല്ലുള്ളപ്പോഴാണ് അതൊക്കെ പറ്റുള്ളൂ. അതെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് മുതിര വറുത്ത് കുത്തി ചാറാക്കി വെച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതിൻ്റെ പകുതി മുതിര വേണ്ടോ? അപ്പോൾ 1 കിലോ മുതിര വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസമൊക്കെ വറുത്ത് കുത്തി വറക്കും. ഇതേപോലെ വറക്കും, ചോരലിലിട്ട് കുത്തും, എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയും. ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്. അപ്പം പണ്ടത്തെ ആൾക്കാർ വെക്കുന്നതാ, കുറച്ച് മുതിരയല്ല വേണ്ടു, നല്ലൊരു കൊഴുപ്പുണ്ടാവും അതിന്. അപ്പോൾ ഇഷ്ടംപോലെ ചാറാക്കി തേങ്ങ അരച്ച് കടുക് വറുത്താൽ വേണ്ട കറിയാവും, അധികം കറിയാവും. അന്ന് കൂട്ടുകുടുംബങ്ങളല്ല മിക്കതും, 3-4 മക്കളുണ്ടാവും, അവരുടെ അച്ചാച്ചുണ്ടാവും, അച്ചമ്മ ഉണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും. അപ്പോൾ തന്നെ എത്ര ആൾക്കാരായി, അപ്പോൾ അവർക്കൊക്കെ കറി വേണ്ട. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരുന്ന കാലത്ത് അതുപോലെ ചോറ് വെക്കുന്ന സമയത്ത് 1 പിടി അരി മാറ്റി വയ്ക്കും. ചോറ് വയ്ക്കുക അരി എടുക്കുമ്പോഴേ 1 പിടി അരി അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നു. അങ്ങനെ 10 ദിവസം വെക്കുമ്പോൾ 1 പിടി അരി മാറ്റി വെച്ചാലും ആ ചോറ് എല്ലാവർക്കും കൂടിയല്ലേ. അപ്പോൾ അത് 1 പിടി അരിയുടെ ചോറിൻ്റെ കുറവ് അവിടെ കാണിക്കില്ല എന്ന്. അതെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ കഴിക്കും. അപ്പോൾ ഈ 1 പിടി അരി എടുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 പിടി എടുത്ത് വെച്ച് ഒരു 10 ദിവസം വെക്കുമ്പോൾ 1 നേരം വെക്കാനുള്ള ചോറ് അരി അതിലുണ്ടാവുന്നു. അങ്ങനെ മാറ്റി വെച്ച് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതൊന്നും. ഇവിടെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മയുടെ ഇതിലൊക്കെ 1 പിടി അരി എടുത്ത് മാറ്റി വെച്ചിട്ട് അമ്മ ചെയ്തിട്ടുണ്ടെന്ന്. തൃശ്ശൂരൊന്നും അങ്ങനെ അമ്മ പറയുന്നത് കേട്ടിട്ടില്ല അതൊന്നും. അപ്പോൾ അങ്ങനത്തെ ദാരിദ്ര്യം പിടിച്ചൊരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ മുതിര വെള്ളമൊക്കെ തിളച്ച് വന്നും ഇവിടെ. അപ്പോൾ അതിലിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് പച്ചരിച്ചോറും മുതിരച്ചാറും, പച്ചരിയൊക്കെയാണെന്ന് റേഷൻ കടയിലൊക്കെ കിട്ടാം. റേഷൻ്റെ കടയിൽ കിട്ടുന്ന അരി ഏതാണെന്ന് വെച്ചാൽ അത് വെക്കുമെന്ന്. അതൊക്കെ റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്നൊക്കെ
റേഷനിൽ നല്ല അരി അല്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മേടിക്കുന്നു, വേറെ കൊടുക്കണു, പശുവിന് കൊടുക്കണു, മറിച്ച് കൊടുക്കണു, കോഴിക്ക് കൊടുക്കണു, അങ്ങനെയൊക്കെയാണ്. അന്ന് അത് മനുഷ്യർ തിന്നിരുന്ന കാല. നമ്മുടെ ദേ മുതിരയിൽ ഒരല്പം വെള്ളമുള്ളൂ കേട്ടോ. അതായത് ആ ചക്ക വേവാൻ വേണ്ട ഒരു കുറച്ച് വെള്ളം. മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കേനെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത്, മുതിരയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലേ. മുതിരയും കടലയൊക്കെ ആകുമ്പോൾ ഞാൻ ഒരുവിധം വെന്തതിന് ശേഷമാണ് ഉപ്പിടാറ്. ഒന്ന് ഇളക്കി, തുണ്ട് വെള്ളം ഉണ്ടല്ലോ അടിയെ പിടിക്കാണ്ടിരിക്കാനുള്ള വെള്ളം, ഒരൊറ്റ വിസിൽ അങ്ങോട്ട് കേൾപ്പിക്കാം. നമ്മളായി കേട്ടോ, അത്ര മതി. അപ്പോൾ നിർത്തി വയ്ക്കാം. നമുക്ക് നമ്മുടെ ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. മൊരിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ ആവി പോവും. അപ്പോൾ വെളിച്ചെണ്ണയുടെ കളർ എന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മൾ ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണത്. അപ്പം ഞാൻ അതിൽ തന്നെ അങ്ങോട്ട് ആക്കാം. അതല്ലെങ്കിൽ അവിടെ ഇരുന്നിരുന്നിരുന്ന് ഇതാവേ. അപ്പം ആയിരിക്കും ഞാൻ അച്ഛൻ നല്ല കാന്താരി പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഉള്ളി, വേപ്പില, അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ ആയി. ഒന്ന് വഴഞ്ഞ് ഒന്ന് ഇതായി വരുമ്പോൾ നമ്മുടെ കുറച്ച് മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, എങ്കിലും കുറച്ചൊരു കുത്തുമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുളകൊക്കെ മൊരിഞ്ഞ് ഇത് കണ്ട നല്ല ഇതിൽ വന്നു. അപ്പം നമ്മുടെ ചക്കേനെ ഞാൻ തുറന്നു നോക്കട്ടെ. അപ്പം അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക മുതിര നല്ലോണം വെള്ളം വരിയിച്ചെടുക്കണം കേട്ടോ. വെള്ളം അത് വണ്ടെന്ന് ഒരു തുണ്ടെങ്ങാനും കേട്ടോ. അധികം വെള്ളത്തിലൊന്നും വെച്ചാൽ അത് രസം ഉണ്ടാവില്ല. മുതിരയിൽ വളരെ വെള്ളം വറ്റിയതിന് ശേഷമാണ് ചക്ക ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉപ്പേരി പോയി പിന്നെ അത് സാമ്പാർ പോലെയാവും. കുറച്ച് ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. വെറുതെ ഇരുന്ന് കഴിക്കാനായിരുന്നു നല്ല ടേസ്റ്റായിട്ടത്. ഒരു കട്ടൻ കാപ്പിയൊക്കെ വെച്ച് ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ തിരിച്ച് കഴിക്കുക. അതിനൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഇടിയൻ ചക്ക കൂട്ടാൻ നുള്ളി തിന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം അടുത്തത് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മധുരമുള്ള ഒരു പലഹാരം ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഡുവാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇതുവരെ ലഡു ഉണ്ടാക്കാത്ത ഒരു അമ്മേരെ പോലുള്ളവരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വാ അമ്മേരെ കൂടെ വാ, ശരിയായ എന്ന് പറയില്ലെങ്കിൽ പൊട്ടി തകർന്നു പോവും. അപ്പം ഞാൻ ലഡു ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ ബൂന്തി ഉണ്ടാക്കണമല്ലോ ലഡുവിൻ്റെ, അതുണ്ടാക്കാം. അപ്പം
ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ അമ്മ ഉണ്ടാക്കിയതല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നൊക്കെ ഒന്ന് തോന്നിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ചുണ്ടാക്കിയാൽ മതിട്ടാ. അധികം ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കേ ശരിയായില്ല എന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് വെറുപ്പടിക്കും. കുറച്ചാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. കുറച്ചുണ്ടാക്കിയിട്ട് പിന്നെ അധികം നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. അപ്പോൾ വായു ആദ്യം തന്നെ നമുക്കേ ഇതേ കണ്ട കുറച്ച് കടലമാവ് ഒരു 1.5 കപ്പ്, അതായത് ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുത്തോളൂ കേട്ടോ. കട്ടിയൊന്നും ഇല്ലാണ്ട് അരിച്ച് നല്ല ഇതിലെടുക്കുക. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ബേക്കിംഗ് സോഡ അതിട്ട് കൊടുക്കാം. നന്നായി ഉണ്ടാക്കുക. കുറച്ച് ഈശ വെള്ളം ഒഴിച്ചൊഴിച്ചേ ദോശമാവിൻ്റെ ഒരു പരുവം ആക്കാനാണ് പറയുന്നത് അവർ. നല്ല മഞ്ഞ കളറായിട്ടാ. ഇനി ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക. ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചു. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഓയിലില്ല. അപ്പോൾ അതേ ഞാനൊരു തുള്ളി ഒറ്റിച്ച് നോക്കിയതാട്ടാ. അപ്പോൾ നന്നായിട്ട് ഇതായി വന്നു. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഒരു കയ്യിൽ കൊട്ടയിൽ ഇതങ്ങോട്ട് ഒന്ന് കോരി ഒഴിച്ച് നോക്കാം. നമ്മുടെ ചെറിയ പാത്രമല്ലേ, അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി നമുക്ക്. തീ നന്നായി കുറച്ച് വെച്ചോട്ടാ. ഈ കരിവി അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ദേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. പഞ്ചസാര നീരാക്കാനാണ്. അപ്പോൾ കുറച്ചാകുമ്പോൾ പെട്ടെന്ന് കട്ടിയായി മാറും. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യം പോലെ ചേർക്കാം, ആവശ്യം കുറച്ചും ചേർക്കാം. അപ്പോൾ ഞാൻ ഇത്ര പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം അത് നന്നായി ഇളക്കി നമുക്ക് കുറുതായി വരട്ടെ. അപ്പോഴേ ഇതിങ്ങനെ ആയോ എന്നറിയാൻ വേണ്ടിയിട്ടേ, പഞ്ചസാര ലൈനി എങ്ങനെയായി അതിൻ്റെ പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ബോളായിട്ട് നിൽക്കണം. ഇത് ഇത്തിരി പരന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടി നേരെ വിട്ട് ഇളക്കാട്ടാ. പരന്ന് നിൽക്കണണ്ട, കാണുന്നുണ്ട ഇതിൻ്റെ ഉള്ളിൽ അല്ല, പരന്ന് പോകണമൊന്നുമില്ല, എന്നാലും എത്ര നേരം മതി. നമുക്ക് ഇതിട്ട് ഇളക്കിയാലോ. തീ ഞാൻ ഓഫാക്കിയിട്ടാ. നിന്ന് ഇത്തിരി കറുപ്പിക്കാൻ പറ്റും, നല്ല അരി ഇരിക്കുന്നു കാണാൻ പറ്റുള്ളൂ. ഒരു കളറായി കിട്ടിയിട്ടില്ലേ, അതങ്ങോട്ട് വെച്ച് നമുക്ക് അങ്ങോട്ട് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഓരോ ലഡ്ഡുകൾ അങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൽ 2 മുന്തിരി അങ്ങോട്ട് എടുത്ത് വെക്കാം നമുക്ക്.
എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പിടിക്കുക ഉണ്ട. കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് ഡ്രൈ ഔട്ടാ, നല്ല ചൂടുണ്ട് കേട്ടാ. ആ പച്ചന്തേലും ഇട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. പൊട്ടിയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ട ഉണ്ടല്ലേ, പൊട്ടിക്കുമ്പോൾ കണ്ട. ഒത്തിരിയും കൂടെ ബൂന്തിക്ക് ഇത്രയാണ് മൂപ്പിക്കേണ്ട കേട്ടോ. കുറച്ചും കൂടി മൂപ്പ് കുറച്ചെടുക്കാം. മൂപ്പ് കൂടിയുണ്ട് ഇതിന് ശരിയല്ലേ. ആ ഒരു കളി തരുന്നുള്ള ഒരിതുണ്ട്. നല്ല ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല ഇതൊക്കെ ആക്കിയിട്ട് വന്നു. എങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും ഒത്തിരി കൂടി അമ്മ ആദ്യമായിട്ടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോഴേ ലഡ്ഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. വലിയ കുഴപ്പമില്ല എന്നച്ഛൻ പറഞ്ഞു. എങ്കിലും എനിക്ക് അങ്ങോട്ട് ഒരു തൃപ്തി ആയില്ല കേട്ടോ അതുണ്ടാക്കി. 2 ഇതിലും 200 രൂപ വെച്ചിക്ക് 200 രൂപയുടെ ഇറച്ചിയാട്ടോ അത്. 200 ഇത് 200 രണ്ടും പോർക്കും പോത്തും. അപ്പോൾ പോത്ത് വെറുതെ വെക്കാനാണ്, ബ്രെഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും ചോറിനെടുക്കാം. അപ്പോൾ പിന്നെ നാളെ കാലത്തേക്ക് ബ്രെഡിലേക്കൊക്കെ ആവേ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ പോർക്ക് കൂർക്കിട്ടിട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറേ നാളുകളായി ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പം ഞാൻ 200 രൂപയുടെയാണ് കേട്ടോ. അതിനുള്ളതുള്ളോ കണ്ട. അച്ഛനും അമ്മയ്ക്കുമ്പം കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 2-3 ദിവസം ഉപയോഗിക്കും. പിന്നെ വല്ല പച്ചക്കറി ആ കടയിൽ നിന്ന് കൊണ്ടുവരുമല്ലോ, അതും കൂട്ടി അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കും. പിന്നെ അപ്പം അതിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയാലോ. അധികം അങ്ങനെ വലിച്ച് നീട്ടണ്ട. അപ്പോഴേ പോത്തിറച്ചി ഇതേ നമ്മൾ കഴുകി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മുടെ ഉപ്പ്, വേറെ ഒന്നുമില്ലാണ്ട് സിമ്പിളായിട്ടാട്ടോ, പെട്ടെന്നാണ് നമ്മൾ. കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയും കിടന്നോട്ടെ, ഒരു കളറൊക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായി ഒന്നങ്ങോട്ട് തിരുമ. ഈ ഇറച്ചി വേവാള നേരം വേണ്ടു കേട്ടോ. അത്രയ്ക്കും സമയം നമ്മളതിന് എടുക്കണുള്ളൂ. കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ. ഞാൻ എന്താണെന്ന് വെച്ചാലേ ഇത്തിരി വെള്ളം ഉണ്ടായിക്കോട്ടെ, എനിക്ക് ഇത്തിരി ചാറ് ആവശ്യമുണ്ടേ. അപ്പം നമുക്ക് നമ്മുടെ ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടേ അതൊന്ന് കാച്ചി കണ്ട് എടുക്കാം. ഇത് നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയില്ലേ, അതാ ഒഴിക്കാം. അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ആ വേസ്റ്റ് ആവില്ലേ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം പറമ്പിലത്തെ ചൂനിയാമുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ എന്താ ഇഞ്ചി, വേപ്പിൻ്റെ ഇല. അപ്പോൾ ഒക്കെ നമ്മുടെ പറമ്പിലത്തെയാട്ടാ. വെളുത്തുള്ളി നമ്മുടെ പറമ്പിലത്തെയാണോ എന്ന് ചോദിച്ചാൽ ഓ ഈ തള്ളി മറക്കിയിട്ടല്ലോ എന്ന് പറയും. നമ്മുടെ പറമ്പിലത്തെ അല്ല, കേമ്പിലത്തെയാ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒക്കെ കൊടിയോണ്ട് മൊരിയട്ടെ. ഉള്ളിയാണ് കേട്ടോ, ഉള്ളി, സവാളയല്ല. ഉള്ളി ഇട്ട് നിങ്ങൾ, ഉള്ളി മാത്രം ഇട്ട് നിങ്ങൾ ഇറച്ചി കാച്ചി നോക്കിയേ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ഇതൊക്കെ മൊരിഞ്ഞു വന്നു. അപ്പം അതിൽ നമുക്ക് കുറച്ച് കട്ടി വേണമെന്ന് പറഞ്ഞില്ലേ, അതിനാണ്
മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇടാറില്ല കേട്ടാ. കട്ടി വേണം, ചാറിനൊരു ഇത്തിരി കട്ടി, കണ്ടമാനല്ല. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവൊക്കെ ഉണ്ടാവും അപ്പോൾ. പിന്നെ ഒരു തുണ്ട് കാശ്മീരിയും കൂടി ഇട്ട് കൊടുക്കാം. കളർ വേണം നല്ലതേ, കളറില്ലാണ്ടിരുന്ന ഒരു ഭംഗിൻ്റെ ആവില്ല കാണാൻ. എടി കുടുങ്ങണ്ടിട്ടാ നന്നായിട്ട്. മഴ ചാർന്നുണ്ട്. തുലാവർഷം തുലാവർഷം. ഒരുവിധമായി വരുമ്പോഴേ വേണ്ട നമ്മുടെ ഗ്രേവിയോട് കൂടിയ ഇറച്ചീനായിട്ട് ഇട്ട് കൊടുത്തു. ഞാൻ ഇതൊന്നും ശരിക്കും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ 100 വട്ടം കാണിക്കുന്നതല്ലേ. അപ്പോഴേ ഞാൻ വീണ്ടും ആ കുക്കറിൽ തന്നെ പോർക്ക് നുറുക്കിയൊക്കെ കൊണ്ടുവന്നതാട്ടാ. നാടൻ സ്റ്റൈലിലാട്ടോ വെക്കിന്. പണ്ട് ഇങ്ങനെയാണ് വെക്കുക, നെയ്യൊന്നും കളയില്ല, അങ്ങനെ വെക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാതും ചതയ്ക്കാണ്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഉപ്പിട്ടു. പോത്തിറച്ചിയിൽ ഉപ്പ് ഇത്തിരി കൂടിയൊന്നൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ കുരുമുളക് ഇട്ടു. പിന്നെ ഒന്നങ്ങോട്ട് തിരുമ്പി. അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. കാരണം എന്താ വെച്ചാൽ കൂർക്കേ വേവുള്ള വെള്ളം കൂടിയിട്ട് വേണം. ഇത് തന്നെ വേഗം വേകും. പോത്തിൻ്റെ അത്ര വേവില്ല അതിന്. അപ്പം അങ്ങനെ നമ്മുടെ പോർക്കൊരു 3 വിസിലാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളൂ. നോക്കി നോക്കാം നമുക്ക്. എന്ത് ചീഞ്ഞാലും ബുദ്ധിമുട്ടാണ് അതേ. വെള്ളമൊക്കെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. അത്ര വെന്താൽ മതി. ഇനി കൂർക്കൊന്ന് അതിലേക്ക് ഇടുന്ന് വേവണം. അപ്പോഴാണ് രസം ഉണ്ടാവുള്ളൂ. അപ്പം തീ ഞാൻ കത്തിക്കട്ടെ ഒന്നും കൂടി. കെടുത്തിയോ കടന്നേ. അപ്പോൾ എനിക്ക് നമ്മുടെ കൂർക്കേനോട് ഇടാം. തുറന്ന് വെച്ചിട്ടാട്ടാ ഞാൻ അടച്ചിങ്ങനെ. കുക്കറ് നമ്മുടെ അച്ഛനാട്ടാ നന്നാക്കിയേ. ഓരേ ഞാരുണ്ടോയെന്നൊരു സംശയമുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയിടാം. ഇതിപ്പോൾ പോർക്കും കൂർക്കാന്ന് പറയാൻ പറ്റില്ല, കൂർക്കും പോർക്കും എന്ന് പറയാനേ പറ്റുള്ളൂ. എന്നാൽ ആ നെയ്യൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴേ കുറച്ചായാലും കൂർക്കയിൽ ആ നെയ്യ് പിടിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ്. ചാളയും കോർക്കയും ചാളയും ചേമ്പും നല്ല ചാള വരുന്ന സമയം ഇപ്പോൾ നമുക്ക് കുറച്ച് ചാള വാങ്ങിക്കണം കേട്ടോ ചേട്ടാ. നല്ല ചാള വരുമ്പോൾ ചേമ്പിട്ടിട്ട് കറി വയ്ക്കണം. പഴയത് നമ്മൾ കഴിച്ചിട്ടുള്ള ഓർമ്മയില്ലേ ചേട്ടന്? പൊടിച്ചേമ്പ് നമുക്ക് വേണ്ടത് നിൽക്കണ്ട തന്നെ. പിന്നെ ഞാൻ നമ്മുടെ ബീഫിലൊരു സാധനം ലേശം ചേർക്കാറുള്ളൂ, അത് ഞാൻ മറന്നു കേട്ടാ. അപ്പം അതൊന്നാണ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും അമ്മ മസാല ഇടാണ്ടുണ്ട് പോത്ത് വെച്ചിരിക്കുന്നു. മസാലപ്പൊടി ഇട്ടിട്ടേ ഒന്നും കൂടി നന്നായി അങ്ങോട്ട് തിളപ്പിക്കാം നമുക്ക് ഇതിനെ.
മറന്നാലും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരും കേട്ടാ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി കൂർക്കയ്യോ അടയ്ക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നു കേട്ടാ. അടച്ചു. അത് ഞാൻ അടച്ചു കഴിഞ്ഞാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ കൂർക്കയ്ക്ക് ഒരു മയാവും. അത് ഇങ്ങനെ കിടന്ന് വേവുമ്പോഴാണ് അതിന് ടേസ്റ്റ്. പിന്നെ ഈ വെള്ളം കുറച്ച് വറ്റും ചെയ്യും. അപ്പോൾ ഈ നെയ്യൊക്കെ ഇതിലങ്ങോട്ട് പിടിച്ച് അടച്ചു വെക്കാട്ടോ. നമുക്ക് വെറുതെ ഇങ്ങനെ അടച്ചു വെക്കാം. നമ്മുടെ കൂർക്കയും പോർക്കും അങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നു കേട്ടാ. അപ്പം അത് നമുക്ക് ഒന്ന് കാച്ചിയാലോ. അടുത്ത അലുമിനിയം ചീഞ്ചട്ടി വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ബാക്കിയുണ്ട്. നമ്മുടെ എന്തുണ്ടാക്കിയത്, അപ്പം അതങ്ങോട്ട് കഴിഞ്ഞില്ലേ. കട്ട്ലേറ്റിൻ്റെ വെളിച്ചെണ്ണയാണേ. അപ്പം ഇത്തിരി ഉള്ളിയും സബോളയും. ഉള്ളിയൊക്കെ കുറേയൊക്കെ അതിൽ ഇട്ടിട്ടുള്ളതാണ്. വെളുത്തുള്ളി നല്ലോണം ഇട്ടിട്ടുണ്ടെങ്കിൽ പോർക്കിറച്ചിക്ക് ഒരു പോർക്കിൻ്റെ ആ ഒരു കുത്തുമണം ഉണ്ടാവില്ല എന്നാട്ടാ പറയുന്നത്. അപ്പം അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മതി. അപ്പോഴേ അങ്ങനെ ഞാൻ സബോളയൊക്കെ മൂത്ത് വന്നു. ഉള്ളിയും സബോളയും. അപ്പം ഇതിലെല്ലാതും നമുക്ക് ഇടണം. നമ്മളൊന്നും കാര്യമായി ചേർത്തിട്ടില്ലല്ലോ. അപ്പം മുളകും പൊടി, കുറച്ച് കാശ്മീരി, കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾ, പിന്നെ നമ്മൾ നേരത്തെ മറന്ന നമ്മുടെ ഗരം മസാല കുറച്ച്. ഇറച്ചി ഞങ്ങൾ കൂട്ടി കൊടുക്കും. ഇങ്ങനെയാണ് പണ്ട് വെക്കുക കേട്ടോ. നെയ്യൊന്നും കളഞ്ഞിട്ടില്ല, ഒന്നും ഊറ്റി കളഞ്ഞിട്ടില്ല. ഇതിലത്തെ പോർക്കിറച്ചി നല്ല പുളിന്നിരിക്കും. അതിഷ്ടമുള്ളവരുണ്ട് കേട്ടോ, ഡ്രൈ ആവാണ്ട്. കണ്ട. അപ്പോഴേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. പണ്ട് രണ്ടാനമ്മ മോൾക്ക് അരി കൊടുത്തു പോത്രേ. അപ്പോൾ ഈ ചനി മഴ എന്ന് ഇങ്ങനെ ഇപ്പോൾ പറയും, ചനി മഴ എന്ന് നിൽക്കാന്ന്. അപ്പോൾ പണ്ട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ്. രണ്ടാനമ്മ മോൾക്ക് അതിൻ്റെ ഫസ്റ്റിലത്തെ ഭാര്യയിലുള്ള മോളുണ്ടല്ലോ, അതല്ല രണ്ടാനമ്മ. അപ്പോൾ അതിന് ഇത് ചോറ് വെച്ചിട്ട് വെക്കിട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിടാവിരുന്ന് പാടാണ്. ചനി മഴയും പുഴമ്പള്ളയിലടുപ്പും ഓട്ടച്ചെമ്പീരരിയും ഉണ്ണിപ്പിണ്ടി വിറകും പട്ടത്തണ്ട് കൂട്ടാനും എൻ്റെ അമ്മേനെ വല്ലോരും കണ്ടോരുണ്ടോന്ന്. അപ്പോൾ ഞാൻ ഈ മഴ ഇങ്ങനെ ചനി മഴ പെയ്യുമ്പോൾ അപ്പം ഞാൻ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ആ പാട്ട് ഞാനിങ്ങനെ ആലോചിക്കും. അപ്പോൾ ആ കുട്ടി ഇരുന്ന് കരയാ. ഇതെങ്ങനെ വേവിച്ചെടുക്കും, വരുമ്പോഴേക്കും വേവിച്ചില്ലെങ്കിൽ അടി കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു രണ്ടാം കൂടി അമ്മയുടെയും ചെറുപ്പ കാലഘട്ടങ്ങളിൽ ആ ഒരു ഇതിൽ കൂടെയൊക്കെ ഞാൻ കുറേ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ അല്ല കേട്ടാ, ഞാൻ കണ്ടു ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ട്, എന്നാൽ അല്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴേ കുട്ടന്മാർ വന്നു.
അപ്പം ഞാൻ അവർക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ദേ നല്ല ചൂടാക്കിയ നല്ല ബ്രെഡ് ഉണ്ട്. അവരേ ഭക്ഷണം കഴിച്ചു. ഞാൻ വിളിക്കുമ്പോഴേക്കും തൊട്ടപ്പുറത്ത് തന്നെ വീട്. പക്ഷെ ഇപ്പം ഇവിടേക്ക് പറമ്പിൽ കൂടെയൊക്കെ കിടക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. പണ്ട് ഞങ്ങൾ എപ്പോഴും പറമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നോടുന്നതാ. അപ്പം ഇവിടെ പോർക്കും കൂർക്കിയും അതിനിട്ടു. അപ്പോഴേ കുട്ടന്മാർക്ക് പരീക്ഷയായിരുന്നു. പരീക്ഷയാണ്, അടുത്ത ആഴ്ച തുടങ്ങാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ ദേ 2 ചുള്ളന്മാരും വന്നിട്ടുണ്ട് കേട്ടാ. ചോറൂണൊക്കെ കഴിഞ്ഞതാ. ഞാൻ വിളിച്ച വശം ഉറങ്ങാൻ കിടക്കണം, പഠിക്കാതിരിക്കണം അടുത്തത് ഏറ്റവും ഓടിക്കിട്ട് വന്നു അല്ലേ. ഇങ്ങനെ ഇന്ത്യന്ന് പറഞ്ഞോളൂ കേട്ടാ. ഒരെണ്ണം ബീഫും ഒരെണ്ണം പോർക്കും. ഉണ്ണിക്കുട്ടൻ ഇപ്പൊ ഉണ്ണിക്കുട്ടനല്ല കേട്ടോ, അപ്പൊ വലിയ കൂട്ടനായി. കുഞ്ഞി നടന്നു കേട്ടാ. പ്രസവിച്ചപ്പോ 7 മാസം അല്ല ഇങ്ങനെ മാസം തികയാണ്ടൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രസവിച്ചിട്ട് കാണാൻ പോയി നടന്നില്ലേ, പേടിച്ചിട്ട് ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളോ. ഇത്ര കുഞ്ഞി നടന്നു. അപ്പൊ കണ്ണൻ വന്നിട്ട് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാ, ഭയങ്കര ചെറുതാ ചേച്ചി, അയ്യോ എൻ്റെ മോനെ കാണാനായിട്ട്. ഞാൻ പറഞ്ഞേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ വരുന്നുള്ള കണ്ണാ, എനിക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കണതൊന്നും കാണാൻ എനിക്ക് ഇഷ്ടമില്ല. എന്നിട്ടുണ്ട് അപ്പൊ അതിന് താഴെ ഉണ്ടായതാണ് എൻ്റെ അനിയൻ കൂട്ടൻ കേട്ടാ. എഡിറ്റിംഗ് ഒക്കെ ഇപ്പൊ എൻ്റെ അനിയൻ കൂട്ടനാണ്. അപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പൊ നേരത്തെ പറയാൻ വന്നിട്ടാന്നാ, കഴിഞ്ഞ പ്രാവശ്യം തിന്ന് കഴിഞ്ഞിട്ട് പാത്രം അവിടെ വെച്ചിട്ട് പോയില്ലേ, ഇപ്രാവശ്യം പാത്രം കഴുകി അവിടെ വെക്കണം. അതാണ് പറയാൻ വന്നത്. എല്ലാവരും തിന്ന പാത്രം കഴുകണമെന്ന് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര കർശനമായ ശിക്ഷ കിട്ടുന്ന പറഞ്ഞു നോക്കണ്. അപ്പൊ അത് കഴുകി വെച്ചിട്ട് അത് എന്താണ് പറഞ്ഞത്. അപ്പൊ ഉണ്ണിക്കുട്ടൻ നന്നായി പാട്ട് പാടും കേട്ടാ. അത് കഴിഞ്ഞിട്ടൊരു പാട്ട് പാടും. വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, രാജഹംസങ്ങൾ നിന്റെ പാട്ടിൻ്റെ വെണ്ണയുണ്ണുന്നുവോ, പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെഞ്ചിലമരുമ്പോ, മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുമ്പോ, നീ ദേവശില്പമായുണരുന്നു. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലനുറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യുമീ 7ാം യാമം. അറിയാതെ പവിഴവാതിങ്കലറിയാതെ അലിയാൻ വായി പ്രണയതൽപ്പത്തിലമരാൻ വാ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടാ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും വീണ്ടും കാണാം.